എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 29 മുതൽ 32 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ന്റെ 29 മുതൽ 32 വരെ. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് എന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? തേരിനോട് ചേർന്ന് നടക്കുന്നവരെയാണ് കേൾവിക്കാർ സ്വാഗതം ചെയ്യുന്നത്. ഷണ്ണൻ ഫിലിപ്പോസിനോട് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകമാണ് ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത്. തേരിനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ് ഫിലിപ്പോസ് അത് മനസ്സിലാക്കിയത്. പരിചയപ്പെടൽ ഒരു വ്യക്തിയോട് ഏറ്റവും ആഴത്തിലുള്ളതാണെങ്കിൽ പരസ്പരം പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിയും. സാഹചര്യം മനസ്സിലാക്കി ചോദ്യങ്ങളിലൂടെ വ്യക്തിയെക്കുറിച്ചും അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചും കൂടുതൽ അറിയാനും അങ്ങനെ സജീവമായി ഇടപെടാനും ഇവിടെ ഫിലിപ്പോസിനും ഷണ്ണനും സാധിക്കുന്നു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കാനാണ്? ഷണ്ണൻ്റെ മറുപടി വളരെ ശ്രദ്ധേയം. കാപട്യമില്ലാത്ത സമീപനമാണ് അവൻ്റേത്. പല കാര്യങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഇന്ന് കുറവാണ്. ഇതൊക്കെ എനിക്കറിയാവുന്നതാണ്, ആരും പഠിപ്പിക്കേണ്ട എന്നൊരു മനോഭാവം കൂടുതൽ ആളുകളിലുമുണ്ട്. പഠിക്കാൻ തിരുവചനവും പഠിപ്പിക്കാൻ അധ്യാപകരെയും ദൈവം നൽകിയിട്ടുണ്ട്. യെശയ്യാപ്രവാചകന്റെ ചുരുളം വിശദീകരിച്ച് നൽകാൻ ഫിലിപ്പോസിനെയും സജീവ ഇടപെടലിൻ്റെ കളം ഒരുക്കുന്നത് ദൈവമാണ്. എമ്മുവേസിലേക്ക് പോയ 2 ആളുകളോട് കർത്താവ് ചേർന്ന് നടന്ന് പൊരുൾ തിരിച്ചു നൽകി. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 31-ാം വാക്യത്തിൽ അംഗീകരിക്കപ്പെട്ട് ക്ഷണിക്കപ്പെടുകയാണ്. ഫിലിപ്പോസ് ക്ഷണിക്കപ്പെട്ട അതിഥിയായി ആദ്യമായി കാണുകയും ഇടപെടുകയുമാണ്. അപരിചിതനെങ്കിലും തന്നിൽ തൽപരനായ ആളായി ഫിലിപ്പോസ് ഷണ്ണന് അനുഭവപ്പെട്ടു. ഗ്രഹിക്കാൻ പ്രയാസമുള്ളവ പൊരുൾ തിരിച്ച് സഹായിക്കാനായി അവൻ തീർന്നു. ഫലകരമായ ഒരു ദൈവിക വേലയ്ക്ക് വേണ്ടി ഫിലിപ്പോസിനെ ദൈവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിടെ ഉപയോഗിക്കുന്നു. വലിഞ്ഞു കയറി ഇടപെടുന്നവൻ എന്നതിനേക്കാൾ ക്ഷണം സ്വീകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും ഫലം ചെയ്യുന്നത്. ക്ഷണിക്കപ്പെടണമെങ്കിൽ സമീപനം വളരെ ഹൃദ്യമായിരിക്കണം. തുടർന്ന് നമ്മൾ കാണുന്ന 35-ാം വാക്യത്തിൽ തിരുവെഴുത്ത് ആധാരമാക്കി യേശുവിനെ കുറിച്ചൊക്കെ പറയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ് എത്യോപ്യക്കാരൻ വായിച്ചുകൊണ്ടിരുന്നത്. പീഡിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും കൊലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവനെ കുറിച്ച് ആ ഭാഗത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം ആധാരമാക്കി ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഫിലിപ്പോസ് പരിചയപ്പെടുത്തി. കഷ്ടപ്പെടുന്ന മശിഹ എന്ന ചിന്ത യഹൂദ മതത്തിൽ ഇല്ലായിരുന്നു. ഫിലിപ്പോസ് നൽകിയ വിശദീകരണം കേൾവിക്കാരൻ പുതിയ ഉൾക്കാഴ്ച നൽകി. സംഭാഷണത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും കേൾവിക്കാർക്ക് പുതിയ ഉൾക്കാഴ്ച നൽകുന്നതാണ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സമീപനത്തിൽ സംഭവിക്കുന്നത്.
പൊരുൾ തിരിച്ചു കൊടുക്കാൻ ദൈവം ഫിലിപ്പോസിനെ ഉപയോഗിക്കുകയും തേരിനോട് ചേർന്ന് നടക്കാൻ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ നിർബന്ധിക്കുകയും തേരിനകത്ത് കയറിയിരിക്കാൻ ഷണ്ണൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. മറ്റുള്ളവരുടെ ഹൃദയ നൊമ്പരങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അവരോട് ചേർന്ന് നടക്കാനും നിൽക്കാനും നമുക്ക് കഴിയണം. പുതിയ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് വീണ്ടും ചിന്തിക്കാം. മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ അറിയുന്ന ഒരാളായി, സ്നേഹിതരായി, അവരോടൊപ്പം ജീവിക്കുന്നതിനും നടക്കുന്നതിനും പരിചയപ്പെടുന്നതിനുമൊക്കെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുടർന്ന് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു എന്ന് 38 വാക്യത്തിൽ നമ്മൾ കാണുന്നു. സ്നാനം സ്വീകരിപ്പാൻ താല്പര്യം പ്രകടിപ്പിച്ച എത്യോപ്യക്കാരനോട് നീ പൂർണ്ണ ഹൃദയത്തോടെ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആദിമസഭയിൽ സ്നാനാർത്ഥികളോടുള്ള ചോദ്യ ഉത്തരം ഇതായിരുന്നിരിക്കാം എന്ന ഒരു നിരീക്ഷണവും ഇവിടെയുണ്ട്. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഒരു ദൗത്യം നിറവേറ്റപ്പെട്ട് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്നും വായിക്കുന്നു 40 വാക്യത്തിൽ. പിന്നെ ഫിലിപ്പോസിനെ കാണുന്നത് അസ്തോദിലാണ്. പരിശുദ്ധാത്മാവ് നൽകിയ ദൗത്യം പൂർത്തിയായി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. മറ്റൊരിടത്തേക്ക് അവനെ നിയോഗിച്ചു എന്ന് കരുതുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള കാര്യം. പരിശുദ്ധാത്മാവോട് കൂടെ സ്വന്തം നാട്ടിൽ അവൻ യേശുവിനെ സാക്ഷിച്ചു. അവൻ വിശ്വസിച്ചത് സ്വന്തം നാട്ടിൽ പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് അവന് ധൈര്യവും ശക്തിയും നൽകി. അങ്ങനെ ഫിലിപ്പോസിന്റെ പ്രവർത്തനം ശമര്യയിലും എത്യോപ്യയിലും സ്വന്തം ദേശത്തും ദൈവം അവനെ ഉപയോഗിച്ചു എന്നതാണ് ഈ ഭാഗം വ്യക്തമാക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മറ്റുള്ളവരെ സമീപിക്കുന്നതിനും തെറ്റില്ല. ഇന്നത്തെ പകൽക്കാല ജീവിതം അനുഗ്രഹകരമായിരിക്കട്ടെ. നമ്മുടെ സംശയങ്ങൾ മാറ്റിത്തരാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അനേകരെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിനായും അതിൻ്റെ നന്മയ്ക്കായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഹൃദ്യമായി മറ്റുള്ളവരോട് ഇടപെടുവാൻ, ഞങ്ങളുടെ സംശയങ്ങൾ നിവർത്തിപ്പാൻ, മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടാനൊക്കെയുള്ള പക്വതയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിന് ആവശ്യമായ ബലം പകർന്ന് കർത്താവെ ഇച്ഛാശക്തി നൽകി ഞങ്ങളെ നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപയും കരുതലും കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കൃപയും അനുഗ്രഹവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.